ഇന്ത്യയിൽ ഒരു ജൻസി മൂവ്മെന്റ് പിറവിയെടുത്തിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു വിപ്ലവം. കണ്ണിമ വെട്ടിത്തുറക്കുന്നതിന് മുമ്പേ കോടിക്കണക്കിന് ഫോളോവേഴ്സ്. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. പലപ്പോഴും പേരുകൊണ്ട് BJPയുടെ കൂടപ്പിറപ്പാണെന്ന് തോന്നുമെങ്കിലും അമ്പേ BJPയുടെ അന്തകരാവാനുള്ള വരവാണ് പാർട്ടിയുടേത്, അല്ലെങ്കിൽ പാറ്റപ്പടയുടേത്. അമേരിക്കയിലെ പ്രശസ്തമായ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസിൽ ഉപരിപഠനം നടത്തുന്ന ചെറുപ്പക്കാരൻ, അതിലുപരി നല്ല ഒന്നാം തരം ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റായ മഹാരാഷ്ട്രയിലെ സംഭാജി നഗരുകാരനായ അഭിജിത്ത് ദീപ്കെയാണ് ഈ ഡിജിറ്റൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ ആശയവിനിമയം എങ്ങനെ നടത്തണം എന്നതിൽ വൈദഗ്ധ്യമുള്ള അദ്ദേഹം ബോസ്റ്റണിലിരുന്നാണ് ഈ ട്രോളുകളും AI ക്യാമ്പയിനുകളും ഡിസൈൻ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും. മുൻപ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ സന്നദ്ധ പ്രവർത്തകനായിരുന്നു ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് അഭിജിത്ത് ദീപ്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു കേസ് പരിഗണിക്കുന്നതിനിടെ തൊഴിലില്ലാത്ത യുവാക്കളെ പാർട്ടികളോടും പരാതികളോടും ഉപയോഗിച്ചതിനെതിരെ അഭിജിത്ത് ദീപ്കെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ആക്ഷേപഹാസ്യമാണ് ഞൊടിയിടയിൽ ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നത്. ഒരു ജഡ്ജിയുടെ നിരുത്തരവാദപരമായ പരാമർശമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായത്. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം അഥവാ വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നതാണ് പാർട്ടിയുടെ പ്രധാന ടാഗ് ലൈൻ. കോട്ടും ടൈയും ധരിച്ച് പോഡിയത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ AI ചിത്രമാണ് പാർട്ടിയുടെ ലോഗോയായി ഉപയോഗിക്കുന്നത്. ഭരണകൂടത്തിന്റെ കോർപ്പറേറ്റ് പ്രീണനം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ കാപ്പറ്റ്യം, മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം എന്നിവയെ ആക്ഷേപഹാസ്യ രൂപേണ വിമർശിക്കുക എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ ആദ്യ ലക്ഷ്യമെങ്കിൽ ഞൊടിയിടയിലുണ്ടായ ഉയർന്ന ജനപ്രീതി പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാൻ കോക്രോച്ച് പാർട്ടിയെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. അവർ നമ്മളെ ചവിട്ടിമെതിക്കാൻ നോക്കി, പക്ഷേ നമ്മൾ തിരിച്ചു വന്നു എന്നതാണ് പാർട്ടിയുടെ ടൈം ലൈനിലെ ഹൈലൈറ്റ്. CJPയിൽ അംഗമാകാൻ ഹാസ്യാത്മകമായ ചില മാനദണ്ഡങ്ങളും നൽകിയിരുന്നു. നിർബന്ധിതമായോ സ്വന്തം ഇഷ്ടപ്രകാരമോ തൊഴിലില്ലാത്തവരായിരിക്കണം, അലസരായിരിക്കണം, ശാരീരിക അധ്വാനം കുറഞ്ഞവർ, ദിവസവും കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം, ഏത് വിഷയത്തെയും പ്രൊഫഷണലായി വിമർശിക്കാനും ട്രോളാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. മറ്റൊരു PM കേസ് ഫണ്ട് രൂപീകരിക്കാനോ, നികുതി പണം ഉപയോഗിച്ച് ദാവോസിൽ പോയി അവധിക്കാലം ആഘോഷിക്കാനോ, അഴിമതിയെ സ്ട്രാറ്റജിക് സ്പെൻഡിംഗ് എന്ന് പുനർനാമകരണം ചെയ്യാനോ അല്ല ഞങ്ങൾ ഇവിടെയുള്ളത്. ജനങ്ങളുടെ പണം എവിടെ പോയി എന്ന് എഴുതി തയ്യാറാക്കിയ രൂപത്തിൽ ഉറക്കെ ആവർത്തിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ദർശനങ്ങൾ ഉയർത്തി കാണിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 5 പ്രധാന മാനിഫെസ്റ്റോകളുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് പദവി ഒഴിഞ്ഞയുടൻ പ്രതിഫലം എന്നോണം രാജ്യസഭാ സീറ്റുകളോ മറ്റ് സർക്കാർ പദവികളോ നൽകുന്നത് പൂർണ്ണമായി നിരോധിക്കണം. നിലവിലെ BJP ഭരണകൂടം കാണിച്ചു പോന്ന ഉപകാര സ്മരണ ഇനി ഉണ്ടാവില്ല എന്നർത്ഥം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് എതിരെയുള്ള കടുത്ത നടപടിയാണ് രണ്ടാമത്തത്. അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു പൗരന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം നീക്കം ചെയ്യപ്പെട്ടാൽ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭീകരവാദത്തിന് തുല്യമായി കണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ആക്ട് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യും. നിലവിൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ വലിയൊരു അവിഹിത ബന്ധമുണ്ട്. അത് നടപ്പിലാവില്ല എന്ന് സാരം. 3. 50% വനിതാ സംവരണമാണ്. പാർലമെന്റിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കാത്തതിന് സ്ത്രീകൾക്ക് 50% സംവരണം നൽകണം, നിലവിലെ 33% പകരം. കൂടാതെ കേന്ദ്ര മന്ത്രിസഭയിലെ പകുതി സ്ഥാനങ്ങളും സ്ത്രീകൾക്കായി നീക്കിവെക്കണം. 4. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക എന്നതാണ്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വഴിയൊരുക്കുന്നതിനായി മുകേഷ് അംബാനി, ഗൗതം അദാനി തുടങ്ങിയ വൻകിട കോർപ്പറേറ്റുകളുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. 5. RTI പരിധിയിൽ CJPയെ കൊണ്ടുവരും. CJP പൂർണ്ണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും. പൊതുജനങ്ങൾക്ക് പാർട്ടിയുടെ എല്ലാ വിവരങ്ങളും സുതാര്യമായി പരിശോധിക്കാം. കൂടാതെ രഹസ്യ സ്വഭാവമുള്ള യാതൊരു കോക്രോച്ച് കെയേഴ്സ് ഫണ്ടുകളും പാർട്ടി ഉണ്ടാക്കുകയില്ല എന്നതാണ് പാർട്ടിയുടെ സുപ്രധാന മാനിഫെസ്റ്റോ. ഈ പാർട്ടിയുടെ മറ്റൊരു പ്രത്യേകത പരമ്പരാഗത രാഷ്ട്രീയക്കാരെ ആരെയും ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്.
നിലവിലെ രാഷ്ട്രീയക്കാർ CJP-യിൽ ചേർന്നാൽ പുതിയ തലമുറക്ക് അത് ഒട്ടും ടോളറേറ്റ് ചെയ്യാനാവില്ല എന്നാണ് അഭിജിത്ത് ദീപ് കെ വ്യക്തമാക്കുന്നത്. അതിന് കാരണം നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയോടും നേതാക്കളുടെ കാപട്യത്തോടുമുള്ള വിയോജിപ്പിൽ നിന്നാണ് CJP ജനിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം ഇതൊരു ജൻസി മൂവ്മെന്റ് ആയതും യുവാക്കളുടെ കുത്തൊഴുക്ക് ഈ ഡിജിറ്റൽ പാർട്ടിയിലേക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് BJP ഭരണകൂടം കോക്രോച്ച് പാർട്ടിയെ തകർക്കാൻ അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിയതും കള്ളപ്രചാരണത്തിലുള്ള വളർച്ച തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. BJPയുടെ സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കുന്നത് വെറും 6% ഇന്ത്യക്കാർ മാത്രമാണ് CJP-യിലുള്ളതെന്നും ബാക്കിയുള്ളവർ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണെന്നും ആണ്. എന്നാൽ 94% ഇന്ത്യയിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണെന്ന് CJP വ്യക്തമാക്കുന്നു. പരമ്പരാഗതമായ റാലികളോ കോടികളുടെ ഫണ്ടുകളോ ഇല്ലാതെ വെറും മീം സംസ്കാരത്തിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ അതൃപ്തിയെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെയാണ് ഇന്നത്തെ BJP ഭരണകൂടം രാഷ്ട്രീയമായി ഭയപ്പെടുന്നത്. ദശാബ്ദങ്ങളായി രാജ്യം ഭരിക്കുന്ന ശക്തമായ പല ഏകാധിപതികളെയും അധികാര കസേരയിൽ നിന്ന് താഴെയിറക്കിയ മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ അറബ് വസന്തം നമ്മൾ മറന്നുപോയി കാണില്ല. അന്ന് ചടുലവും ക്ഷിപ്രവുമായ വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ടത് നിരവധി ഭരണാധികാരികൾക്കാണ്. ട്യൂണീഷ്യയിൽ സൈനുൽ ആബിദീൻ ബെൻ അലിയെ 23 വർഷം നീണ്ട ഭരണത്തിൽ നിന്നും വലിച്ചിട്ടത് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ആദ്യത്തെ വിജയമായിരുന്നു. ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിന്റെ 30 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചതും അതായിരുന്നു. ലിബിയയിൽ മുഹമ്മദ് ഗദ്ദാഫിയുടെ 42 വർഷ ഭരണത്തിന് അന്ത്യം കുറിച്ചതും മുല്ലപ്പൂ വിപ്ലവം തന്നെയായിരുന്നു. യമനിലെ അലി അബ്ദുള്ള സലാഹിന്റെ 33 വർഷം അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെ. എല്ലാ ഏകാധിപതികളും ജനം നേരിട്ടിറങ്ങിയപ്പോൾ ഇല്ലാതായവരാണ്. ഇനി പുതിയ യുഗത്തിൽ പുതിയ യുവതയും പുതിയ നയങ്ങളും കാലം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ആന്റി കാസ്റ്റ് പ്രസ്ഥാനമായാണ് CJP സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായിരിക്കാം CJPയുടെ വളർച്ചയും ത്വരിതഗതിയിലായത്. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ 2 കോടിയിലധികം ഫോളോവേഴ്സിനെ നേടി ഈ പേജ് തരംഗമായി. ഇന്ത്യയിലെ ഭരണകക്ഷിയായി BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സിനെ CJP ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമാക്കി. ഇൻസ്റ്റാഗ്രാമിൽ 2 കോടിയിലധികം ഫോളോവേഴ്സ് വെറും 5-6 ദിവസങ്ങൾ കൊണ്ടാണ് CJP ഈ നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ 8.7 ദശലക്ഷം, കോൺഗ്രസിന്റെ 13.3 ദശലക്ഷം എന്നീ ഔദ്യോഗിക പേജുകളുടെ ഫോളോവേഴ്സിന്റെ എണ്ണത്തെ ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മ മറികടന്നു. എക്സിൽ ഇന്ത്യയിൽ ഈ അക്കൗണ്ട് അധികൃതർ തടയുന്നതിന് മുമ്പ് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് സ്ഥാപകൻ ആരംഭിച്ച കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ ഹാൻഡിലിന് ചുരുങ്ങിയ മണിക്കൂറുകൾക്കകം 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സിന് വീണ്ടും ലഭിച്ചു. എന്നാൽ ഏറ്റവും വിചിത്രം, രജിസ്ട്രേഷൻ പോലുമില്ലാത്ത ഈ ഡിജിറ്റൽ പാർട്ടിയിൽ ഇതിനോടകം 3.5 ലക്ഷത്തിലധികം ആളുകൾ അംഗത്വമെടുത്തു എന്നുള്ളതാണ്. അറബ് വസന്തത്തിന് പകരം ഇന്ത്യയിൽ പാർട്ടികളുടെ ആക്രമണമാകാം. മതവെറിയിൽ മുളച്ചു പൊന്തിയ പൂക്കളെ അവർ കാർന്നു തിന്നട്ടെ.